കടുമാങ്ങയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. KFC ചിക്കൻ നമ്മുടെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് KFC ചിക്കൻ. അത് നമുക്ക് വീട്ടിൽ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം. ഞാൻ 250 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായ മുട്ട, മഞ്ഞൾപ്പൊടി, മൈദ, ഓട്സ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലവർ, കുരുമുളക് പൊടി. മുട്ട നമുക്ക് ഒരു മുട്ട മുഴുവൻ ചേർക്കേണ്ട 250 ഗ്രാം ആയതുകൊണ്ട് അതിൻ്റെ മുക്കാലും ചേർത്താൽ മതി. കുരുമുളക് പൊടിയാണ് എരിവിന് വേണ്ടി നമ്മൾ ചേർക്കുന്നത്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുരുമുളകിൻ്റെ അളവ് കൂട്ടി ചേർക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. നമുക്ക് മസാല തയ്യാറാക്കാം. മസാല തയ്യാറാക്കി ഒരു 2 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. നമുക്ക് മസാല തയ്യാറാക്കാം. കോൺഫ്ലവർ ഞാനൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഒരു 3/4 ടീസ്പൂണോളം നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതി. മൈദ ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ നിറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ മുട്ടയാണ് ചേർക്കുന്നത്. മുട്ട നമുക്ക് മുഴുവൻ വേണ്ട, അതിൻ്റെ മുക്കാൽ ഒഴിച്ചാൽ മതി. ഇനി ആവശ്യത്തിന് ഉപ്പ്, നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് വിനെഗറോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർക്കണം. ഞാൻ ഇതിനകത്ത് വിനെഗറാണ് ചേർക്കുന്നത്. ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് വരാം. നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇനി വിനെഗർ ഒഴിച്ചു കൊടുക്കാം. ഇതിന് 2 സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കി, ഉപ്പൊക്കെ പാകത്തിനാണ്. നമുക്ക് 2 മണിക്കൂർ മാഗ്നേറ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഓരോ പീസും ഓട്സിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇതാ നമ്മുടെ KFC ചിക്കൻ റെഡിയാക്കാനുള്ളത് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് 2 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി എണ്ണ നന്നായി ചൂടായി വരട്ടെ. ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ചിക്കൻ പീസുകളും ഓട്സിൽ മുക്കി എണ്ണയിലിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം. ഇതുപോലെ നന്നായിട്ട് മുക്കിയെടുക്കാം. എല്ലാ പീസുകളും ഇതുപോലെ നമുക്ക് ഓട്സിൽ മുക്കി എടുക്കണം. നമ്മുടെ ഇഷ്ടം, പീസുകൾ വലുതാക്കണമെങ്കിൽ വലുതാക്കാം. ഇപ്പം ഞാനൊരു മീഡിയം സൈസ് പീസാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പീസുകളാക്കണമെങ്കിൽ ചെറുതാക്കാം. വലിയ കാലിൻ്റെ ഭാഗമൊക്കെ അതുപോലെ എടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. എണ്ണ നന്നായി ചൂടായി വരട്ടെ. നന്നായിട്ട് മുക്കി എല്ലാ സൈഡും ക്രിപ്സി ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഓട്സ് മുക്കുന്നത്. എല്ലാ സൈഡും നന്നായിട്ടൊന്ന് പറ്റി പിടിച്ച് വരട്ടെ. ഇതെല്ലാ സൈഡും ഇങ്ങനെ നന്നായിട്ടൊന്ന് നമുക്ക് മുക്കി കൊടുക്കാം. ഉണ്ടല്ലേ? ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോരോ പീസുകൾ ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം. ഓരോ പീസിന് ഇട്ട് കൊടുക്കാം.
അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിക്കനൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിക്കോളും. എല്ലാ പീസുകളും ഇതിൽ മുക്കി എണ്ണയിലിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരട്ടെ. ഏകദേശം ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഓട്സ് എല്ലാം പൊടിഞ്ഞു പോകും. നമ്മൾ അതിനകത്ത് ഒട്ടിപ്പിടിച്ചിരിക്കില്ല. ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിനകത്ത് ഓട്സ് മുക്കുന്നത്. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരട്ടെ. ഇനി നമുക്കിതൊന്ന് പയ്യെ മറച്ച് കൊടുക്കാം. കണ്ടോ, ഏകദേശം അതുപോലെ ഒന്നായി വരട്ടെ. മറിച്ച് കൊടുക്കാം. പിന്നെ ഇങ്ങനത്തെ KFC ചിക്കൻ ആണെങ്കിലും 65 ആണെങ്കിലും ചിക്കൻ ഫ്രൈ ആണെങ്കിലും മുട്ട ചേർക്കണം. മുട്ട ചേർത്താലേ അതിനകത്ത് എല്ലാം പിടിക്കുകയുള്ളൂ. നമ്മൾ ചേർക്കുന്ന എല്ലാ എന്താ പറയുക ചേരുവകളും അതിനകത്ത് പിടിക്കണമെങ്കിൽ ഇതിനകത്ത് ഓട്സൊക്കെ അതിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്നതും ആ മുട്ട ചേർക്കുന്നതുകൊണ്ടാണ്. മുട്ട ചേർത്താൽ മാത്രമേ അതുപോലെ പിടിച്ചിരിക്കുകയുള്ളൂ. ഫ്രൈ സൈഡ് ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് എരിവിന് വേണ്ടിയാണ് ഞാൻ കുരുമുളകാണ് ചേർത്തിരിക്കുന്നത്. മുളക് പൊടി വേണമെന്നുള്ളവർക്ക്, കുറച്ചുകൂടി നന്നായിട്ട് എരിവ് വേണമെന്നുള്ളവർക്ക് ഒരു ശകലം മുളക് പൊടി ചേർക്കാം. അല്ലെങ്കിൽ അതിൻ്റെ മുളക് പൊടി ചേർക്കുമ്പോൾ തന്നെ കളറിലും ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇത് അത്രയും ബ്രൗൺ കളർ ആവില്ല നമ്മൾ മുളക് പൊടി ചേർക്കാത്തതുകൊണ്ട്. മുളക് പൊടിയുടെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് കുരുമുളകിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എന്താ പറയുക 4 മണിയൊക്കെ വരുമ്പോൾ ചായയുടെ ഒപ്പം വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ ഒപ്പം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യുക. നമുക്കൊന്ന് നന്നായി മൊരിച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഈ പാകത്തിന് നമുക്ക് കോരിയെടുക്കാം. നമുക്ക് എണ്ണ പോകാൻ വേണ്ടി വയ്ക്കാം. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ വറുത്തെടുക്കാം. നമുക്ക് ആ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കാം. ഇതുപോലെ KFC ചിക്കനും നമ്മുടെ വീടുകളിൽ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമായിരിക്കും. നമുക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ, വെയിറ്റ് ചെയ്യാം. ഇതാ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന KFC ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ക്രിസ്പി ആയതുകൊണ്ട് തന്നെ അവർ പിന്നെ അധികം എരിവൊന്നുമില്ല, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളും സ്വാദിഷ്ടവുമായ ഒരു KFC ചിക്കനാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയത്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഡിഷുമായി വീണ്ടും കാണാം.